ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇന്നത്തെ ചിക്കൻ ഡിന്നർ അടിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നിലവിൽ ഇന്നിപ്പോൾ ഉള്ള സ്ക്വാഡ് മെമ്പേഴ്സിനെ നമുക്ക് നോക്കാം. 13 സ്ക്വാഡ്സ് ഉണ്ട്. അതിനകത്ത് ടീം 1 ഉച്ചിഹ ടീമാണ്. ടീം ഉച്ചിഹ, ടീം മല്ലൂസ് റെഡി ടു നോക്ക് 2, F4M ELX ആൽഫ പ്രെഡേറ്റേഴ്സ് 1 റെഡി ടു നോക്ക് 1, കൂറുള്ള ബോയ്സ്, തേർഡ് ഐ എസ്പോർട്സ്, TM ട്രൈഡൻറ്റ്, ടീം റെസ് ആൻഡ് TRG റോ. ഇത്രയും പേരാണുള്ളത്. നമുക്ക് റോ, TRG, ടീം റെസ്, TM ട്രൈഡൻറ്റ്, തേർഡ് ഐ എസ്പോർട്സ് പുറയുന്നതാണ്. കൂറുള്ള ബോയ്സ് റെഡി ടു നോക്ക്. അതുവരെ 2 പേരുണ്ട്, 2 സ്ക്വാഡുണ്ട് റെഡി ടു നോക്കിൻ്റെ. അപ്പോൾ ഏകദേശം പ്ലേയേഴ്സൊക്കെ നമുക്കിപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് മൊത്തം 13 സ്ക്വാഡിലായിട്ട് 47 പേരാണുള്ളത്. 2 സ്ക്വാഡിൽ ആരോ കുറച്ച് പേര് കുറവുണ്ട്. നമ്മുടെ മൂന്നാമത്തെ സ്ക്വാഡിൽ റെഡി ടു നോക്ക് 2-ൽ 2 പേരേ ഉള്ളൂ. അതുപോലെ തന്നെ F4M-ൽ 3 പേരേ ഉള്ളൂ. 10ാമത്തെ സ്ക്വാഡായ നമ്മുടെ TM ട്രൈഡൻറ്റിനകത്ത് ഒരാൾ കുറവുണ്ട്. 11ാമത്തെ സ്ക്വാഡിലും ഒരാൾ കുറവുണ്ട് ടീം റെസ്സിൽ. ഇതാ ഇവിടെ 2 ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൽഫയുടെ നമ്മുടെ ഉച്ചിഹ ടീമിനെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു എനിമി സ്ക്വാഡും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയിരിക്കുന്ന സ്ക്വാഡ് ELX. അതിൽ ഉച്ചിഹ, ലൂസിഫർ ഉച്ചിഹ എന്തായാലും നോക്കായിരിക്കും. ഇറങ്ങിയ പാടെ അദ്ദേഹത്തിന് അടി കിട്ടിയിട്ടുണ്ട്. അഗോരി മല്ലൂഡബിളിനെ തീർച്ചയായിട്ടും നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് കിൽ ബ്രോഡ്കാസ്റ്റിൽ കണ്ടു. നമ്മുടെ അപ്പുറത്ത് ശംഭുജി എന്തായാലും ഫിനിഷായിട്ട് കാണുന്നുണ്ട്. അദ്ദേഹം ഫിനിഷല്ല, നോക്കാണ്. അദ്ദേഹത്തിനെ നോക്കിയിട്ടിരിക്കുന്നു. നമ്മുടെ ഗോസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മല്ലൂഡബിൾ എന്തായാലും നോക്കിയിട്ട് കിടക്കുന്നു. ഇറങ്ങിയ പാടെ 3 പേര് എന്തായാലും നോക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മുടെ RUOGക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹം എന്തായാലും റിക്കോൾ ടവറിലേക്ക് ഓടാനായിട്ട് ചാൻസ് കൂടുതൽ. അദ്ദേഹത്തിനെ നമ്മുടെ വൈപ്പർ എന്തായാലും സ്പോട്ട് ചെയ്ത് വയ്ക്കുന്നു. വൈപ്പർ എന്തായാലും RUOG അദ്ദേഹത്തിനെ എന്തായാലും കയറി അടിക്കാനായിട്ടുള്ളൊരു ചാൻസ് കൂടുതലാണ്. അദ്ദേഹമാണ് ലാസ്റ്റ് മെമ്പറായിട്ടുള്ളത്. അങ്ങനെ ആ ടീമിനെ അദ്ദേഹത്തിന് എന്തായാലും കയറി അടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. RUOG എന്തായാലും ഇദ്ദേഹം ടോപ്പിൽ കയറിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യൂ കൂടുതൽ. അതങ്ങനെ നമുക്ക് 12 സ്ക്വാഡായിട്ടുണ്ട്. ഉച്ചിഹ ടീം ഇന്ന് ആദ്യം പോയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ നമ്മുടെ ടീം നമ്പർ 5 ആയിട്ടുള്ള ELX ടീം എന്തായാലും തീർത്തിരിക്കുന്നു. നമുക്കിനി അവശേഷിക്കുന്ന ടീമുകളുടെ എണ്ണം 12 ഉള്ളൂ. നമ്മൾ ആ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്നു. അത് അഗോരി 2 കില്ലെടുത്തിട്ടുണ്ട്. അദ്ദേഹം നോക്കായിട്ട് കിടക്കുന്നു. ശംഭുജി 1 കില്ലെടുത്തിട്ടുണ്ട്. സ്ക്രിലക്സ് എന്തായാലും 1 കില്ലെടുത്തിട്ടുണ്ട്. ടീം എലിമിനേഷൻ 4 ഒരു സ്ക്വാഡിനെ വൈപ്പ് ചെയ്താണ്. നമുക്ക് ബാക്കിയുള്ള ടീമുകളിലേക്ക് പോകാം. ഇതാ ഇവിടെ ഒരു 3 സ്ക്വാഡ് എന്തായാലും ഒരുമിച്ച് ഇറങ്ങിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ റോ ടീമുണ്ട്. റോ ടീമിലെ റോഡ് ലെഡ്ജ് ഉണ്ട്. KL02 ടീമുണ്ട്. ടീം നമ്പർ 9 തേർഡ് ഐ എസ്പോർട്സ് അവരുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ടീം നമ്പർ 8 കൂറുള്ള ബോയ്സും ഇറങ്ങിയായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KL02 മാർക്കോയ്ക്ക് എന്തായാലും നല്ലൊരു ഡാമേജ് വരെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ മലപ്പുറം കാക്ക എന്തായാലും റിവായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം ML സോറോ അദ്ദേഹത്തിനെ പൊക്കിയിട്ടുണ്ട്. ഇവരെന്തായാലും നല്ലൊരു ഫൈറ്റാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 പേരും 3 ഭാഗത്താണെങ്കിൽ തന്നെ എല്ലാവർക്കും കവറുള്ളൊരു സ്പോട്ടും കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫെസിലിറ്റി ഇവർക്ക് എല്ലാവരും അഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും നോക്കി തന്നെ കളിക്കാം. പിന്നെ കളിക്കുന്ന കളികളാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ജയിക്കാൻ സാധിക്കില്ല. ആരെങ്കിലുമൊക്കെ ഇതിൽ പടമായതേ പറ്റത്തുള്ളൂ. നിലവിൽ ഇവിടെ ഇപ്പോൾ എന്നാണ്ടും എല്ലാവരും തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് എടുക്കുന്നതല്ലാണ്ട് നമ്മുടെ RG ഷാൻസ് എന്നാണ്ടിലും റിക്കോൾ ടവറിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ പാക്മാൻ നിലവിൽ നോക്കായിരുന്നു. അദ്ദേഹം എന്തായാലും റിക്കോൾ ടവറിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീമേറ്റായ പാക്മാൻ എന്തായാലും റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അദ്ദേഹം റീകോളായി വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ തന്നെ ഇറങ്ങുമ്പോൾ ഫൈറ്റ് എടുക്കാൻ വേണ്ടി അവിടെ തന്നെ ഇറങ്ങുമ്പോൾ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതിൻ്റെ കാര്യമുണ്ട്. മലപ്പുറം കാക്കായ്ക്ക് എന്തായാലും വളരെ ഡാമേജ് ഉണ്ട്. അദ്ദേഹത്തിന് ഹെൽത്ത് ബാഗ് ഇല്ല എന്ന് തന്നെ നമുക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു എനർജി ഡ്രിങ്ക് മാത്രമാണുള്ളത്. നമുക്ക് നോക്കിയാൽ കാണാം. പിന്നെ ഒരു മൊളോട്ടോവ് ഉണ്ട്. ഹെൽത്ത് ബാഗ് അതായത് ഒരു ഹെൽത്ത് ബാഗ് കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും ഹെൽത്ത് അടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ മറ്റൊരു നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കുന്നു. നമ്മുടെ KL02 ടിക്കി ML സോറോയെ സ്പോട്ട് ചെയ്തിരുന്നു. ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് തന്നെയാണ് ഇവർ കയറി റഷ് അടിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. RG ഷാങ്സ് തൊട്ട് മുകളിലായിട്ടുണ്ട് ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ. അദ്ദേഹം
KL02 ടിക്കി റഷ് അടിക്കാൻ വേണ്ടി പോയതാണ്. അദ്ദേഹത്തിന് എന്തായാലും നോക്കിയിട്ടിരിക്കുന്നു. KL02 കണ്ണൻ്റെ അടുത്തേക്ക് അദ്ദേഹം ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ POV ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KL02 ടിക്കി ആൻഡ് KL02 കണ്ണനാണ്. നമുക്ക് മുകളിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ എന്തായാലും അതിൽ ഡാമേജോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. MNL സോറോ എന്തായാലും ഒരു ഷോട്ട് ഗൺ കയ്യിലുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. KL02 ടിക്കി അദ്ദേഹം സ്പോട്ട് ചെയ്തു. നല്ലൊരു ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 777 ഡിക്സ് റോ ലെജിന് എന്തായാലും റോ വസാബി എന്തായാലും തീർത്തിരിക്കുന്നു. റോ വസാബി KL02 ടിക്കി നോക്കിയിട്ടിരിക്കുന്നു. റോ യുഗോ KL02 കണ്ണനെ നോക്കിയിട്ടിരിക്കുന്നു. റോ വസാബി 777 ഡിക്സുമായി എന്തായാലും ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒന്നിലധികം ഫിനിഷസ് നടക്കുന്നു. അദ്ദേഹം ഒരു നീഡ് ഹുക്ക് ചെയ്തിട്ടുണ്ട്. നീഡ് ആർക്കും തന്നെ ഒരു ഡാമേജും എന്തായാലും സംഭവിച്ചിട്ടില്ല. ഇവിടെ റിബടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കയറി അദ്ദേഹത്തിന് ആ റിഗിൽ നിന്ന് അങ്ങോട്ട് മാറാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ടീമേറ്റ് ബാറ്റ്മാനും നോക്കായിരിക്കുന്നു. ഒരു ടീമിൽ ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കി എന്താ പറയുക മറ്റ് വാക്കുകളൊന്നും പറയാനായിട്ട് തന്നെ ഇല്ലായിരുന്നു. RG ഷാങ്ക്സ് നിലവിൽ 11 ടീമുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമുക്ക് ഒരു ടീമും കൂടി 2 ടീമും കൂടി എന്തായാലും ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ കൊല്ലം ടീം KL02 KL തേർഡ് എസ്പോർട്സ് എന്തായാലും ഫിനിഷ് ആയിരിക്കുന്നു. നമ്മുടെ ഉച്ചയ്ക്ക ടീം ആദ്യം പോയിരുന്നു, നമ്മൾ കണ്ടിരുന്നു. നിലവിൽ 2 സോളോ നിൽക്കുന്ന 5ഉം 8ഉം സ്ക്വാഡിൽ 2 സോളോ പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് 2 സ്ക്വാഡുകളാണ് നിലവിൽ എലിമിനേറ്റ് ആയി പോയിരിക്കുന്നത്. അബ്ദുൽ ലിയോ എന്തായാലും ഒരു മൊളോട്ടോവിൽ മല്ലുനിയെ തീർത്തായിട്ട് കാണുന്നുണ്ട്. മല്ലുനിയ എന്തായാലും ഫിനിഷായി നോക്കിയിട്ടിരുന്നു. വീനസ് KL ഡൾഫിയെ എന്തായാലും ഫിനിഷ് ചെയ്ത് സ്പോട്ട് ചെയ്തിരുന്നു. നമുക്ക് ബാക്കിയുള്ള കൂടുതൽ ആളുകളുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വൈപ്പർ ഇവിടെ ഒരു അബ്ദുൽ ലിയോയുടെ അടുത്തൊരു ഫൈറ്റ് നടക്കുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടുത്തെ ഫൈറ്റ് ക്ലച്ച് നമുക്ക് പിന്നീട് വീണ്ടും ഒന്ന് കാണാം. എന്തായാലും തണ്ടറോപ്പിയെ സ്പോട്ട് ചെയ്തിട്ട് കാണുന്നുണ്ട്. ഫിനിഷ് ആക്കി ചെയ്തിട്ടുണ്ട്. RG ഷാങ്ക്സ് റോ യുഗോട്ടിനെ ഫിനിഷ് ചെയ്തു. നമ്മുടെ ആ ഒരു സ്ഥലത്തായിരുന്നു, നമ്മളിപ്പോൾ കളി കണ്ടുകൊണ്ടിരുന്ന സ്ഥലത്തായിരുന്നു. മിഡ് സ്റ്റെയിൻ്റെ ഭാഗത്താണ്. മിഡ് സ്റ്റെയിനിൽ ഇപ്പോൾ നിലവിൽ അവശേഷിക്കുന്നത് ഒരു സ്ക്വാഡ് മാത്രമാണ്. അതായത് നമ്മുടെ ഒരു സ്ക്വാഡും കൂടി എന്തായാലും ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ സ്ക്വാഡ് നമ്പറായിട്ടുള്ള ടീം മല്ലൂസും ഫിനിഷ് ആയിരിക്കുന്നു. നമുക്കിനി 9 ടീമുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മുടെ ഇപ്പം നിലവിൽ 4 സ്ക്വാഡുകൾ എന്തായാലും ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മളിപ്പം POV കണ്ടുകൊണ്ടിരിക്കുന്നത് അബ്ദുൽ ലിയോടെയാണ്. അദ്ദേഹം കയറി ചെല്ലുന്നിടത്ത് അഗോരി അദ്ദേഹം സ്പോട്ട് ചെയ്തിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മുടെ വൈപ്പർ തൊട്ടപ്പുറത്ത് തന്നെയായിട്ടുണ്ട്. അഗോരിയെ അദ്ദേഹം ചടിത്തുള്ളി കളിക്കുകയാണ്. അദ്ദേഹത്തിന് അടിക്കാൻ ചാൻസ് കൊണ്ടാണ്. അദ്ദേഹത്തിന് വളരെ ചെറിയൊരു ഡാമേജ് മാത്രമേ കൊടുക്കാൻ സാധിച്ചുള്ളൂ. അദ്ദേഹത്തിനെ കയറി റഷ് അടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് എന്തായാലും കട്ട സപ്പോർട്ടിന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു വാഹനം എടുത്ത് പോകാനായിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരുക്കം. അദ്ദേഹം കുറച്ച് ഓപ്പണിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പീക്ക് എന്തായാലും കറക്റ്റ് ആയിരുന്നില്ല. അദ്ദേഹം കുറച്ച് ഓപ്പണിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡ് എന്തായാലും പുറത്ത് കാണത്തക്ക രീതിയിലായിരുന്നു ഓപ്പോസിറ്റ് വ്യൂയിൽ ഉണ്ടായിരുന്നത്. ഹെഡ് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഹെൽമെറ്റ് നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് 8 സ്ക്വാഡുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അഗോരി കലീൻ എക്സിനെ എന്തായാലും ഫിനിഷ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും അങ്ങനെ നമുക്ക് 8 ടീമുകൾ അവശേഷിക്കുമ്പോൾ 28 പ്ലേയേഴ്സാണ് നിലവിലുള്ളത്. അവിടെ എന്തായാലും ഇപ്പം നമ്മുടെ 5ാമത്തെ ടീം നമ്മുടെ F4M ആണ്. അവരുമായിട്ട് ഇപ്പോൾ ഫൈറ്റ് എടുക്കാൻ പോകുന്നത് നമ്മുടെ ആൽഫ പ്രൊഡേറ്റേഴ്സ് ആണ് തൊട്ടടുത്ത് തന്നെയായിട്ടുള്ളത്. നമുക്ക് ആൽഫ പ്രൊഡേറ്റേഴ്സിലേക്ക് ഒരു നിമിഷം നോക്കാം. ഇവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയേണ്ടതിൻ്റെ കാര്യമാണ്. നമുക്ക് അതിൽ എന്ന് പറയുന്ന മെമ്പറെ തന്നെ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് എന്തെങ്കിലും സ്പോട്ട് ചെയ്തിരുന്നു. എന്തായാലും ഇവോദാമു എന്തായാലും അവരുടെ സ്ക്വാഡ് മെമ്പറായിട്ടുള്ള സ്ക്വാഡ് ടീമിലുള്ള ഇവോദാമു എന്തായാലും നോക്കായിട്ട് കിടക്കുന്നത് കാണുന്നുണ്ട്.
ഇവോദാമോ എന്തായാലും വീണ്ടും നോക്കായിരിക്കുന്നു. അവിടെ ഒരു മൊളോട്ടോവൊക്കെ വന്നിട്ടുണ്ട്, ഒന്ന് പൊങ്ങിയതായിരുന്നു. ഇവോദാമോ എന്തായാലും ഫിനിഷ് ആയിരിക്കുന്നു. അദ്ദേഹത്തിനെ നമ്മുടെ സ്ക്രില്ലെക്സ് ഇവോദാമോനെ എന്തായാലും നേടി ചെയ്തിരുന്നു. ലാസ്റ്റ് വിഷനിട്ട് ഫൈറ്റ് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് ലാസ്റ്റ് വിഷനെ നമ്മുടെ വൈപ്പർ ലാസ്റ്റ് വിഷനെ നോക്കിയിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഫിനിഷ് ആയിട്ടിരിക്കുന്നു. സംഭവിച്ച് ലാസ്റ്റ് വിഷനെ എന്തായാലും കില്ല് ചെയ്തിരിക്കുന്നു. ലൈക്ക് സ്ലൈവും VM മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത്. ഇവരെന്തായാലും റിക്കോൾ ടവർ അവശേഷിക്കുന്നുള്ളത് കൊണ്ടിട്ട് അവരെ റിക്കോൾ ചെയ്യേണ്ട ഒരു കടമ അവർക്കുണ്ട്. നമുക്ക് ബാക്കി എന്തായാലും ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഒരു റഷ് ഫൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സാധാരണ നോർമൽ ഗെയിംസിലുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒരു എന്തായാലും ഒരു എയർ ഡ്രോപ്പ് ഉണ്ട്. എയർ ഡ്രോപ്പിൽ നമ്മുടെ ഒരു ഗില്ലി സ്യൂട്ട് ഒരു ഫേമസ് ആണുള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്ക്രില്ലെക്സ് എന്തായാലും ഗില്ലി സ്യൂട്ടോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമുക്ക് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാം. നമുക്ക് വൈപ്പറിലേക്ക് ഇല്ല. മറ്റൊരു ഇതും കൂടി അടുത്ത് തന്നെ ഒരു എയർ ഡ്രോപ്പ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതെന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിലുള്ള MG633 അതിൻ്റെ ഒരു മോട്ടോറാണ് ഉള്ളത്. ലെവൽ 3 വെസ്റ്റ്, ലെവൽ 3 ബാഗ്, ലെവൽ 3 ഹെൽമെറ്റ് ഉണ്ട്. നമുക്കിപ്പം സോൺ വീണ്ടും ഷ്രിങ്ക് ആവുന്നു. നമ്മുടെ റെസ്റ്റ് ലൂട്ടാപ്പി എന്തായാലും ഇവിടെ ഇറങ്ങിയ പാടെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫ്ലൈൻ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ടീമേറ്റ്. അദ്ദേഹം എന്തായാലും ഇറങ്ങിയിരിക്കുന്ന സ്ഥലത്ത് എന്തായാലും അദ്ദേഹം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഓഫ്ലൈനായി തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടീമേറ്റ്സിന് നമുക്ക് എന്തായാലും നോക്കാം. അതുകൊണ്ട് ഡുവോ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം മറ്റൊന്നുമല്ല, അവർ എന്തെങ്കിലും കില്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല. റെസ്കാർലോ നമ്മളിപ്പോൾ POV കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ ചെല്ലുന്ന FRM ടീമിൻ്റെ അടുത്തേക്കാണ്. അദ്ദേഹം അവിടുന്ന് ടീംസ് വരുന്നുണ്ട്. റെസ്കൂട്ട് എന്തായാലും അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. FRM ബ്ലോക്ക് അദ്ദേഹം കണ്ടിരിക്കുന്നു. ടീംസ് അവിടെ ഓപ്പോസിറ്റ് ഉണ്ടെന്നുള്ളത് അവർ കണ്ടിട്ടുണ്ട്. അതൊരു നീഡ് ഹുക്ക് ചെയ്യുകയാണ്. ആ നീഡിൽ FRM അല്ലൻ എന്തായാലും നോക്കായിരിക്കുന്നു. ആ നീഡ് എന്തായാലും സമയബന്ധിതമായിട്ടുള്ള നീഡിങ് ആയിരുന്നു. അദ്ദേഹം കയറി റഷ് അടിക്കുകയും കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഫൈറ്റ് എന്തായാലും വരുമായിരുന്നു. FRM ഗോകുലാണ്. തൊട്ടടുത്ത് തന്നെ അവരുടെ ആ സ്ക്വാഡ് എന്തായാലും വൈപ്പായിട്ടുണ്ട്. വൈപ്പായിട്ടില്ല നിലവിൽ. റെസ് ലിൻഡോപ്പിക്ക് എന്തായാലും വളരെ ഒരു ഡാമേജ് എന്ന് പറയാൻ പറ്റും. പണിയുടെ എന്തായാലും കുറച്ച് പാളിപ്പോയി. അവിടേക്ക് ഒരു തേർഡ് പാർട്ടി ഫൈറ്റ് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഒരു തേർഡ് പാർട്ടി ഫൈറ്റ് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അവിടെ എന്തായാലും ഒരു തേർഡ് പാർട്ടി ഫൈറ്റ് എടുക്കാനായിട്ട് ഇവർ വരുമോ ഇല്ലയോ, അവിടെ ഫൈറ്റ് സീൻ കേട്ടുകൊണ്ടാണ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തൊട്ടടുത്ത് തന്നെയായിട്ട് അവരുടെ ഫൈറ്റ് എന്താവും, എങ്ങനെയാവും, അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് എന്ത് നേടും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടീമേറ്റായിട്ടുള്ള ഗോകുലിനെ എന്തായാലും അടിച്ചിട്ട് കാണുന്നുണ്ട്. മറ്റൊന്നും ഇല്ല. ആ സ്ക്വാഡ് എന്തായാലും വൈപ്പായിരിക്കുന്നു. അദ്ദേഹം ഒറ്റയ്ക്കൊരു നോക്ക് മാത്രമാണ് ഇട്ടത്. റെഡി ടു നോക്ക് ഗോഡ് ആൻഡ് റെഡി ടു നോക്ക് കെസോക്കിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെഡി ടു ഗോഡിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തായാലും തൊട്ടടുത്ത് തന്നെ ഓപ്പോസിറ്റ് ഒരു ടീം റെഡി ടു നോക്കിൻ്റെ സെക്കൻഡ് ടീമുമായിട്ടാണ് ഇപ്പം നിലവിൽ ഫൈറ്റ് എടുക്കുന്നത്. R2K ടീം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടീമിൽ എന്തായാലും ഡുവോ മാത്രമാണ്, ഒരു ടീമിൽ എന്തായാലും ഫുൾ സ്ക്വാഡ് ഉണ്ട്. അതുപോലെ അവർ വാഹനം എടുത്ത് എന്തായാലും പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ ഒരു ഫൈറ്റ് എടുക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും പവർഫുൾ സോൺ തന്നെയാണ്. വീണ്ടും നെക്സ്റ്റ് സോൺ ഇപ്പോൾ 17 സെക്കൻഡ് കൊണ്ട് തന്നെ സ്റ്റാർട്ടാകുകയും ചെയ്യും. ഇപ്പോഴെന്തായാലും ഈ 17 സെക്കൻഡ് കൊണ്ട് 13 സെക്കൻഡ് കൊണ്ട് ഈ സോൺ എന്തായാലും നിൽക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സോൺ എന്തായാലും ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിനുള്ളിൽ തന്നെ എല്ലാവരും സോണിൽ കയറേണ്ട ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടിട്ട് എല്ലാവരും ഇപ്പോൾ സോണിലേക്ക് കയറുന്ന ഒരു രീതി ആയിരിക്കും കൂടുതൽ ആളുകളിലും ഉണ്ടാവുക. നമുക്ക് മറ്റൊരു ഇതാ ഇവോദാം ഒരു നോക്കിയിട്ട് കാണുന്നുണ്ട്. ഇവോദാം FRM ഗോകുലിനെ എന്തായാലും നോക്കിയിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ടീമേറ്റായിട്ടുള്ള എന്തായാലും നോക്കി കിടക്കുന്നു. അദ്ദേഹത്തിനെ റിബടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം ഹെൽത്ത് പോലും എടുക്കാതെയാണ് ഇപ്പോൾ റിബടിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിലവിൽ 14 ബാൻഡേജും ഒരു ഡ്രിങ്കും മാത്രമാണുള്ളത്. തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ടീമേറ്റായിട്ടുള്ളിടത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഹെൽത്ത് ബാഗും ഒരു 2 ഡ്രിങ്ക് 15 ബാൻഡേജാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. എന്തായാലും ആ ഹെൽത്ത് ബാഗ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ടീമേറ്റിന് എന്തായാലും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അപ്പം ഹെൽത്ത് എന്തായാലും റിക്കവർ ചെയ്യാൻ സാധിക്കും. ശരിക്കും ഇവരിപ്പം FRM ഫാമിലിക്കിട്ട് ഇപ്പം FRM ടീമിനിട്ട് എന്തായാലും ഫൈറ്റ് എടുക്കാൻ ചാൻസ് കൂടുതലാണ്. അവർ എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീക്കിപ്പോൾ ഒരു ഫൈറ്റ് കിട്ടാനും വളരെ ചാൻസ് കൂടുതലാണ്. ഇത് ചെയ്യുന്നത്
അദ്ദേഹത്തിൻ്റെ നീഡ്, ആ നീഡിൽ നല്ലൊരു ഡാമേജ് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ബോഡി എക്സ്പോസ് ആയിരുന്നു. എന്തായാലും നല്ലൊരു ഫൈറ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ടീമേറ്റ് നിലവിൽ അവിടെ 3 പേര് നോക്കായിട്ട് കിടക്കുന്നുണ്ട്. നിലവിൽ ലൈക്ക് ഇസ് ലൈവ് മാത്രമേ ലാസ്റ്റ് അവശേഷിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ തീർന്നു. നമുക്ക് 6 ടീമുകളുള്ളിടത്ത് അദ്ദേഹത്തിനെ തീർത്തിരിക്കുന്നു. നമ്മുടെ F4M ഫാമിലി എന്തായാലും ആ ഒരു കില്ല് ഫുള്ളായിട്ട് തീർത്ത് ആ സ്ക്വാഡ് എന്തായാലും വൈപ്പ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവശേഷിക്കുന്ന ടീമുകളുടെ എണ്ണം 14 പ്ലേയേഴ്സാണ് നിലവിൽ റിമൈനിങ് ആയിട്ടുള്ളത്. റെഡി ടു നോക്ക് ടീം, 2 ടീം റെഡി ടു നോക്ക് ടീമും എന്തായാലും പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ടോപ്പ് 4 ടീം ഇവരൊക്കെയാണ്. റോ ടീമുണ്ട്, നമ്മുടെ റെഡി ടു നോക്കിൻ്റെ 2 ടീമും. ടീം നമ്പർ 5 ആണ് നിലവിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ടോപ്പ് 4 അവരെന്തായാലും എത്തിയിട്ടുണ്ട്. 14 പ്ലേയേഴ്സ് ആയിട്ടുണ്ട്. പ്ലേസ് ഓൺ ലഗോരി എന്തായാലും കില്ലായതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. 13 പ്ലേയേഴ്സ് ആയിട്ടുണ്ട്. എന്തായാലും റോ ടീം എന്തായാലും ഇതിനുള്ളിൽ മിഡ്സ്റ്റൈനുള്ളിൽ എന്തായാലും പിടിച്ചു നിൽക്കുകയാണ്. അവിടെ നിന്ന് ആര് വന്നു കഴിഞ്ഞാലും അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹയർ പൊസിഷനിലായതിൻ്റെ ഒരു രീതി അവർക്ക് എന്തായാലും ഉണ്ട്. ശംഭുജിക്കിട്ടൊരു ഫൈറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അദ്ദേഹം കുറച്ച് ഓപ്പണിലൂടെയാണ് നല്ലൊരു ഡാമേജ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ടീമിൽ 2 പേരെന്തായാലും അദ്ദേഹം നോക്കിയിട്ടായിട്ട് കാണുന്നുണ്ട്. ആർട്ടുക്കെ റാമ്പ് ശംഭുജി എന്തായാലും തീർത്തു. ആർട്ടുക്കെ റാമ്പ് എന്തായാലും ശംഭുജിയെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഫൈറ്റ് സീനിലേക്ക് തന്നെ കിടക്കാം. എന്തായാലും നമുക്ക് അവശേഷിക്കുന്ന 3 ടീമുകളാണ്. 3 ടീമുകളുടെ റോ ടീമും റെഡി ടു നോക്ക് ടീമുമാണ് ശരിക്കും അവസാനത്തെ സോണിൽ പിടിച്ചു നിൽക്കുന്നത്. നമ്മുടെ സോൺ ഷ്രിങ്കായിട്ടുണ്ട്. നമുക്ക് റെഡി ടു യൂഗോഡിൻ്റെ POV ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെഡി ടു ലെജിനെയും കൂടെ നമുക്ക് നോക്കാം. അദ്ദേഹം കുറച്ച് ഹയർ ഗ്രൗണ്ട് ആയതുകൊണ്ടിട്ട് അദ്ദേഹത്തിന് എന്തായാലും നല്ലൊരു എന്താ പറയുക അഡ്വാൻറ്റേജ് ഉണ്ട് അതിലും ഉള്ളതായിട്ട് നമുക്കറിയാം. ഫൈറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന്. അങ്ങനെ നമുക്ക് അവസാനം ഇനി അവശേഷിക്കുന്ന 2 ടീമുകളാണ്. റോ ടീമും റെഡി ടു നോക്ക് ടീമുമാണ് നിലവിൽ. 2 4 പ്ലേയേഴ്സാണ്. ഫുൾ സ്ക്വാഡാണ്. നമ്മളിപ്പോൾ റോ ടീമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുൾ സ്ക്വാഡിൽ 11 കില്ലുകൾ എടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് ടീമിലുള്ള റെഡി ടു നോക്ക് ടീമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 എലിമിനേഷൻ അവരുടെ ടീം ചേർന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പോസിറ്റ് തന്നെ നമുക്ക് എന്തായാലും നോക്കാം. ഹയർ ഗ്രൗണ്ട് അവർക്ക് ഇതുള്ളതുകൊണ്ട് അങ്ങോട്ട് തന്നെ നമുക്ക് നോക്കാം. റോ യൂഗോഡിനെ തന്നെ നമുക്ക് നോക്കാം. അദ്ദേഹമാണ് നിലവിൽ 8 കില്ലെടുത്തിട്ടുള്ളത്. തൊട്ടടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ റോ ലെഡ്ജിനും കുറച്ച് ഹയർ ഗ്രൗണ്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. റാംബോ റെഡി ടു നോക്ക് റാംബോയ്ക്കിട്ട് എന്തായാലും ഫൈറ്റ് എടുക്കുന്നു. ഇതിലാര് ചിക്കൻ ഡിന്നർ അടിക്കും? 2 ഫുൾ സ്ക്വാഡാണ്. 2 ഫുൾ സ്ക്വാഡായിട്ടുള്ളത് കൊണ്ടിട്ട് ആര് ചിക്കൻ ഡിന്നർ അടിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഇതവിടെ ഒരു സ്മോക്ക് ചെയ്തിട്ട് അവർ സോണിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള സർവ്വ തയ്യാറെടുപ്പായിട്ടാണ് തോന്നുന്നത്. സോണിലേക്ക് കയറുന്നു. ഓപ്പോസിറ്റ് നമുക്ക് മിഡമാറോ R2K ലൈൻ എന്തായാലും നോക്കിയിരുന്നു. എന്തായാലും കില്ലെടുത്തിട്ടില്ല. നമുക്കിപ്പോൾ 2 നോക്കാണ് നേരെ ഓപ്പോസിറ്റ് ടീമിൽ ഉള്ളിടത്തായിട്ട് തോന്നുന്നത്. നമുക്കൊരു ഹയർ ഗ്രൗണ്ട് അതില്ല, ഒരു നോക്കേ ഉള്ളായിരുന്നു. നമ്മളിപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെലി വ്യൂയിലേക്ക് തന്നെ പോവാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും അത് ഒരു നീഡ് ആ നീഡിലൊന്നും ചെയ്യാൻ സാധിച്ചില്ല. റോ ടീമിൽ എന്തായാലും ഒരു നോക്കുണ്ട്. എന്തായാലും അക്കില്ലായിട്ടില്ല. നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും നീടും കാര്യങ്ങളും ഒക്കെയാണ്. മൊളോട്ടോവൊക്കെ നല്ല രീതിയിൽ എല്ലാവരും എറിയുന്നുണ്ട്. പ്രോബിളായതിൻ്റെ ഒരു ഇപ്പോൾ അതൊരു നീഡ്. R2K ലൂട്ടൺ എന്തായാലും നോക്കായിരിക്കുന്നു. R2K ലൂട്ടനായിട്ട് നല്ലൊരു ഫൈറ്റ് റോഗ് യൂഗോഡിൻ്റെ കൊടുത്തു. ഇതാ റോഗ് യൂഗോഡ് ഒരു മൊളോട്ടോവ് ഹുക്ക് ചെയ്ത സമയത്ത് തന്നെ എന്തായാലും അതിന് നോക്കും വീണു. R2K ലൈനിട്ട് ഫൈറ്റ് കിട്ടുന്നു. വീണ്ടും ഒരു മൊളോട്ടോവ്. ഇത് അങ്ങോട്ട് എന്തായാലും സ്മോക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ R2K റാംബോ എന്തായാലും സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം സോണിലേക്ക് കയറുന്നതായിട്ട് കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ഫൈറ്റ് R2K ഫ്രോണക്സിനിട്ട് അദ്ദേഹം എന്തായാലും നല്ല കവറിലാണ് ഇരിക്കുന്നത്. ഓപ്പോസിറ്റ് ടീമിൽ എന്തായാലും 2 പ്ലേയേഴ്സാണ് നിലവിലുള്ളതായിട്ട് കാണുന്നത്. 3 പ്ലേയേഴ്സാണ്. ഇതാ റോ വസാബി എന്തായാലും ഒരു നോക്കിട്ടായിട്ട് കാണുന്നുണ്ട്. അവിടെ എന്തായാലും ടീമേറ്റ്സ് എന്തായാലും നല്ല കറക്റ്റ് സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഹെലി വ്യൂവിലേക്ക് തന്നെ പോവാം. എല്ലാവരും എഴിഞ്ഞ് വരുന്നു. റോ ലെഡ്ജാണ് കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ളത്. അവിടെ എന്തായാലും 3 നോക്കുണ്ട്.
എന്തായാലും നോക്കായി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സെൽഫൈഡ് ഉണ്ട്. ആർട്ടിക്ക ലൂട്ടനാണ്, അദ്ദേഹത്തിനെ തന്നെ നമുക്ക് എടുക്കാം. എടുത്ത് പൊങ്ങുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട തന്നെ കാര്യമുണ്ട്. അദ്ദേഹത്തിനെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. റെഡി ടു നോക്ക് ലൂട്ടനാണ് ലാസ്റ്റ് കില്ലെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ കളിയിൽ ചിക്കൻ ഡിന്നർ റെഡി ടു നോക്ക് ടീമാണ്. അവരുടെ കില്ലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 കില്ലുകളാണ് അവർക്ക് ടോട്ടലായിട്ടുള്ളത്. റോ ടീമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 കില്ലുകളാണ് അവരുടെ ടോട്ടൽ സ്ക്വാഡ് എടുത്തിട്ടുള്ളത്. എന്തായാലും നല്ല ഫൈറ്റാണ്. അവർ നല്ല 2 പ്ലേസിലേക്ക്, ഫസ്റ്റും സെക്കൻഡും പ്ലേസിലേക്ക് വന്നിരിക്കുന്നവർ നല്ല രീതിയിൽ കില്ലും കാര്യങ്ങളും എടുത്തിട്ടാണ് അവർ വന്നിട്ടുള്ളത്. കിൽ പോയിൻറ്റ് വളരെ കൂടുതലാണ്. 3ാമത്തെ സ്ഥാനവും എത്തിയിരിക്കുന്ന റെഡി ടു നോക്ക് ടീമാണ്. അവിടെ 2 കില്ലുകളേ ഉള്ളൂ. 4ാമത്തെ സ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല കില്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ശംഭു ഓജി 2 കില്ലുണ്ട്, വൈപ്പർ 3 കില്ലുണ്ട്, സ്ക്രില്ലെക്സ് 3 കില്ലുണ്ട്, അഗോരി 3 കില്ല്, അങ്ങനെ ടോട്ടൽ 11 കില്ലുകളാണ് ആ സ്ക്വാഡ് എടുത്തിട്ടുള്ളത്. 5ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന എഫോറം ടീമാണ്. അവിടെ ഗോകുൽ 4 കില്ല് എടുത്തിട്ടുണ്ട്, ലോക്കി 1 കില്ല്, അലൻ 1 കില്ലാണ് എടുത്തിട്ടുള്ളത്. അവിടെയും 6 കില്ലുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. 6ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ആണ്. അവിടെ കില്ലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കില്ലുകളാണ്. 7ാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ കില്ലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 8ാം സ്ഥാനത്ത് എന്തായാലും 2 കില്ലുകളുണ്ട്. 9ാം സ്ഥാനത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9ാം സ്ഥാനത്ത് നമുക്ക് 3 കില്ലുകളാണുള്ളത്. 10ാം സ്ഥാനത്ത് കില്ലുകൾ ഇല്ല. 11ാം സ്ഥാനത്ത് നമുക്ക് 3 കില്ലുകൾ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 12ഉം 13ഉം സ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12ാം സ്ഥാനത്ത് KL02 ടിക്കി 1 ഫിനിഷ് എടുത്തിട്ടുണ്ട്. 13ാം സ്ഥാനത്ത് എന്തായാലും ഉച്ചക ടീം എന്നത് ആദ്യം തന്നെ പോയി. എന്ത് സംഭവിച്ച നേരത്തിൽ അവർ സാധാരണഗതിയിൽ നല്ല രീതിയിൽ കളിച്ച് കയറി വന്നോണ്ടിരുന്നതാണ്. അവിടെ കില്ലുകൾ ഒന്നും തന്നെ ഇല്ല. നമുക്ക് സ്റ്റാർ ഓഫ് ദി മാച്ചിലേക്ക് കടക്കാം. സ്റ്റാർ ഓഫ് ദി മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോ യു ഗോഡ് 22 ആണ്. 8 ഫിനിഷസ് എടുത്തിട്ട് ബോണസ് പോയിന്റ് 1 നേടിക്കൊണ്ട് ഡാമേജ് ആണ്. അദ്ദേഹത്തിന് എന്തായാലും ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സിൻ്റെ നല്ലൊരു കട്ട സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നു. 8 കില്ല് എടുത്തിട്ടുണ്ട്. 2ാമത് ബെസ്റ്റ് കമ്പനി റെസ്ക്യൂ 3 തവണ ചെയ്തിട്ട് റോ ലെഡ്ജാണ് വന്നിട്ടുള്ളത്. അതായത് അസിസ്റ്റ് 3 തവണ, റെസ്ക്യൂ 3 തവണ, ഹെൽത്ത് റീസ്റ്റോർ ചെയ്തിട്ട് വളരെ കുറവ് മാത്രം 90 HP മാത്രമാണ്. സർവൈവൽ ടൈം 1162 ആണ്. അടുത്തത് ഫിനിഷറായിട്ട് വന്നിരിക്കുന്നത് റെഡി ടു നോക്ക് റാംബോ ആണ്. അദ്ദേഹം ഫൈനൽ എലിമിനേഷൻ വന്നിരിക്കുന്നത്. ഫിനിഷേഴ്സ് 2, അസിസ്റ്റ് 2, ട്രാവൽ ഡിസ്റ്റൻസ് 5580 മീറ്ററാണ്. സർവൈവൽ ടൈം എന്ന് പറയുന്നത് 1150 ആണ്.